ഈ ഒരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. നമുക്ക് വൈകുന്നേരം ചായന്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര സിമ്പിളും ആണ്. അപ്പൊ ഇതിന് നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയതായിട്ട് ചോപ്പ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ കൂടെ തന്നെ ചെറിയൊരു തക്കാളി ഇതേപോലെ തന്നെ ചെറിയ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിനായിട്ട് 1-2 പച്ചമുളക് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ദാ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. ഇത് നമ്മൾ കലക്കുന്ന സമയത്ത് ചിലപ്പം കടലമാവ് വേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ആ ഒരു 1/2 കപ്പിൻ്റെ കൂടെ ഒരു 1/4 കപ്പും കൂടി കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലൊരു കട്ടിയിൽ കലക്കിയെടുക്കുക. ഒരുപാട് ലൂസായി പോകരുതേ. ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ബ്രെഡാണ് വേണ്ടത്. ബ്രെഡ് ഓരോരോ പീസ് കൊടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബ്രെഡ് ഫുള്ളായിട്ട് തന്നെ എടുക്കുക. പക്ഷേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ടാവും. അപ്പോൾ നമ്മൾ ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ മറ്റോ ആക്കി കൊടുക്കാം. ഒരു 3-4 സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ബ്രെഡ് ഇതുപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലോണം ഡിപ്പ് ചെയ്യണം. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ മിക്സ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് ചൂടായ ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് മസാലയിൽ നല്ലോണം ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡെല്ലാം ഇതിലേക്ക് വെച്ചതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. കടലമാവും ബ്രെഡും ആയതുകൊണ്ട് കുറേ സമയമൊന്നും വേണ്ടി വരില്ല. വേഗം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ നല്ലൊരു കളറിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ സ്നാക്ക് റെഡിയാവും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ സോസിൻ്റെ കൂടെ കഴിക്കാൻ കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ആക്കി നോക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം.